പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ കഥാരൂപത്തിൽ അവതരിപ്പിച്ച ഉപമകൾ പഠിക്കാനുള്ള ശ്രമമാണ് ഉദയം എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. യേശുവിലൂടെയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉദയം ചെയ്തത്. ആ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ അനേകം കഥകളിലൂടെ യേശു നമ്മളെ പഠിപ്പിച്ചു. ഉപമകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള രണ്ട് ഉപമകളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോവുക. രണ്ടും ലൂക്ക എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. നമുക്ക് ആദ്യമേ ആ ഉപമകൾ കേൾക്കാം, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചിന്തനം നടത്താം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 15, തിരുവചനങ്ങൾ 1 മുതൽ 10 വരെ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന് ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞ അനേകം കഥകളിൽ വളരെ മനോഹരമായ 2 കഥകളാണ് നമ്മൾ കേട്ടത്. ഇത് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും കാണും. ഇതിൽ ആദ്യത്തേത് കാണാതായ ആടിൻ്റെ കഥ. 2 കഥയിലും എടുത്തു കാണിക്കുന്ന ഒരേ ഒരു കാര്യം നഷ്ടപ്പെട്ടതിനെ തേടുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. കാണാതെ പോയ ആടോ നഷ്ടപ്പെട്ട നാണയമോ അല്ല ഇവിടെ കഥയുടെ കേന്ദ്രമായി നിൽക്കുന്നത്. രണ്ടിലും തേടുന്ന ഒരു വ്യക്തിയാണ്. നഷ്ടപ്പെട്ട ആടിനെ തേടുന്ന ഇടയൻ, കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ നാണയത്തെ തേടുന്ന സ്ത്രീ. രണ്ടും ഒരേ യാഥാർത്ഥ്യമാണ് എടുത്തു കാണിക്കുക. നഷ്ടപ്പെട്ടു എന്ന് തനിക്ക് വിലപ്പെട്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, അത് കണ്ടെത്തുന്നവരെയുള്ള അന്വേഷണം, അത് കണ്ടെത്തി കഴിയുമ്പോഴുള്ള സന്തോഷം, ഇതെല്ലാം ദൈവത്തെക്കുറിച്ചൊരു ചിത്രമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശുന്ന, ദൈവത്തിൻ്റെ ഹൃദയവികാരങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കഥകളാണ്. ഇതിൽ ആദ്യത്തെ കഥ മത്തായിയും ലൂക്കായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിലും ലൂക്കായിലും പൊതുവായി കാണുന്നതും മർക്കോസിലില്ലാത്തതുമായ സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയുണ്ടായിരുന്നു, ഒരു മൂലരേഖ. അതിന് ക്യൂ എന്ന് പറയും. ലോഗിയൻ ക്വെല്ലെ എന്ന ജർമ്മൻ പദത്തിൻ്റെയാണ് ക്യൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചൊല്ലുകളുടെ സമാഹാരം. പിന്നെ മത്തായിക്കും ലൂക്കായ്ക്കും പൊതുവായിട്ടുള്ളതും മർക്കോസിലും വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു മൂലഗ്രന്ഥത്തെ ചൊല്ലുകളുടെ സമാഹാരം അഥവാ ലോഗിയൻ ക്വെല്ലെ, ദ സോഴ്സ് ഓഫ് സേയിങ്സ് എന്ന് ഇംഗ്ലീഷ് പറയും. ലോഗിയൻ ക്വെല്ലെ ജർമ്മനാണ് അന്ന് പറയാറുണ്ട്. അതിൽ ഉള്ളതാണത്രേ ഈ ഒരു കഥ. രണ്ടിനും വ്യത്യാസമുണ്ട് സാഹചര്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെറിയവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ചെറിയവരുടെ, ഈ സമൂഹത്തിലെ ചെറിയവരുടെ, ശിശുക്കളുടെ അടയാളമായിട്ടാണ് ഈ ആടിനെ കാണുക. മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം മുഴുവനും നമുക്കറിയാം സഭയെ സംബന്ധിച്ച പ്രഭാഷണമാണ്. മത്തായി സുവിശേഷം പഠിക്കുന്നവർക്കറിയാം 5 മുഖ്യമായ പ്രഭാഷണങ്ങളാണ് മത്തായിലുള്ളത്. ആദ്യത്തേത് സുവിശേഷത്തിൻ്റെ കാതൽ രേഖപ്പെടുത്തുന്ന മലയിലെ പ്രസംഗം 5 മുതൽ 7 വരെ. 10-ാമത്തെ അധ്യായത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കുന്ന മിഷണറി ഡിസ്കോഴ്സ് എന്ന് പറയും, പ്രേക്ഷിത പ്രഭാഷണം. 3-ാമത്തെ പ്രഭാഷണം 13-ാമത്തെ അധ്യായത്തിൽ ഉപമകളിലൂടെയുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷണം. 4-ാമത്തേത് 18-ാമത്തെ അധ്യായത്തിൽ സഭയെ സംബന്ധിക്കുന്ന, സഭയിലെ ശുശ്രൂഷകളെ, സഭയിൽ ആവശ്യമായ മനോഭാവങ്ങളെ സംബന്ധിക്കുന്ന എക്ലേസിയൽ ഡിസ്കോഴ്സ് അഥവാ സഭാ പ്രഭാഷണം. അവസാനത്തേത് 24-25 അധ്യായങ്ങളിൽ കാണുന്ന യുഗാന്തത്തെ സംബന്ധിക്കുന്ന പ്രഭാഷണങ്ങൾ. ഇതിൽ സഭയുടെ വിവിധ
വ്യത്യസ്ത സ്വഭാവങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ മധ്യത്തിലാണ് മത്തായി ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കാണാതായ ആടിൻ്റെ കഥ രേഖപ്പെടുത്തുക. അപ്പോൾ ദൈവം എല്ലാവരുടെ പേരിലും ശ്രദ്ധയുള്ളവനാണ്, പ്രത്യേകിച്ചും ശിശുക്കളുടെ ചെറിയവരുടെ പേരിൽ ശ്രദ്ധയുള്ളവനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാണയത്തെക്കുറിച്ചുള്ള കഥ ലൂക്കായിൽ മാത്രമേ ഉള്ളൂ, മറ്റു സുവിശേഷങ്ങളിലില്ല. പക്ഷേ ലൂക്കായിലേക്ക് വരുമ്പോൾ ലൂക്ക ഈ കഥ രേഖപ്പെടുത്തുന്ന സാഹചര്യം തന്നെ വ്യത്യസ്തമാണ്. നമുക്കറിയാം 15-ാമത്തെ അധ്യായത്തിലാണ് ലൂക്ക ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15-ാമത്തെ അധ്യായം തന്നെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നോ സുവിശേഷങ്ങളുടെ ഹൃദയമെന്നോ ദ ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽസ്, ദ ഹാർട്ട് ഓഫ് ദ ഗോസ്പൽസ്, ദ പേൾ ഓഫ് ദ ഗോസ്പൽസ് എന്നൊക്കെ പറയാറുണ്ട്. സുവിശേഷത്തിൻ്റെ ഹൃദയമായിട്ട് എടുത്തു കാണിക്കുന്ന 15-ാമത്തെ അധ്യായം. ആ 15-ാമത്തെ അധ്യായത്തിൽ ത്രസിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് 3 കഥകളിലൂടെ. അതിൽ 2 കഥകളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഇവിടെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കഥ പറയുന്ന സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, ചുങ്കക്കാരും പാപികളും എന്നൊരു പൊതുവിശേഷണമാണ്. റോമക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാണ് ചുങ്കക്കാർ. അതിനാൽ തന്നെ അവർ സമൂഹദ്രോഹികളായി വിദേശ ശക്തിയുടെ ചാരന്മാരായി പിണിയാളുകളായൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നു. അവരെ പാപികളായി കരുതിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനത്തിലൂടെ പാപികളാവാം. അശുദ്ധമായതാവാം, അശുദ്ധമായ സ്പർശിച്ചതിൻ്റെ പേരിലാവാം, അശുദ്ധമായ തൊഴിൽ ചെയ്യുന്നതാവാം. ഇതിനൊക്കെ പാപികളെന്ന് പറയും. ഇപ്പം ചുങ്കക്കാരും പാപികളും, യഹൂദർ വിശുദ്ധരെന്ന് കരുതിയിരുന്ന യഹൂദർ അവരെ പാപികളായി മുദ്രകുത്തി ഒരു സമൂഹത്തെ മാറ്റി നിർത്തിയിരുന്നു, അവഗണിക്കപ്പെട്ടവർ. ഇങ്ങനെ ചുങ്കക്കാരും പാപികളും അവരുടെ ഉറ്റ സ്നേഹിതനായി മാറി യേശു. അവരുകൂടെയാണ് ചുങ്കക്കാരോടും പാപികളോടൊപ്പം സഹവസിക്കുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനും എന്ന ഒരു ടൈറ്റിലാണ് യേശു സമ്പാദിച്ചത്. ഒരു അഭിസംബോധന രൂപം, അത് വലിയ അവാർഡായി കരുതുകയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ പ്രകടമായതൊന്ന് ഈ പാപികളോടത്തുള്ള സഹവാസമാണ്. അതേസമയം ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തുന്നു. ഫരിസേയർ യഹൂദ നിയമങ്ങളെല്ലാം, ഇസ്രായേലിൻ്റെ നിയമങ്ങൾ മുഴുവനും അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാമെന്ന് വ്രതം ചെയ്തവരാണ് ഫരിസേയർ. ആ നിയമങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പഠിപ്പിക്കുന്നവരാണ് നിയമജ്ഞർ. 2 കൂട്ടരും വിശുദ്ധരാണെന്ന് പരിഗണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ യേശു ചെയ്യുന്നത് തെറ്റാണ്. ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തോന്നും യേശുവിൻ്റെ പ്രവർത്തന ശൈലി. അവർ പിറുപിറുത്തു. അപ്പോൾ 2 വ്യത്യസ്ത ജീവിത ശൈലികൾ, ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും ശൈലി, പാപികളുടെ ശൈലി. യേശു ഇതിനോട് കിടക്കുന്ന പ്രതികരണം. യേശുവിനെതിരെ പ്രതികരിക്കുന്നു, യേശുവിനെതിരെ പിറുപിറുക്കുന്നു. അത് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ ചെയ്തിരുന്നതാണ്. പിറുപിറുക്കുന്നു, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു, ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എടുത്തു കാണിക്കുന്നു. ഈ ഒരു പിറുപിറുക്കുന്നതിന് മറുപടിയായിട്ടാണ് യേശു പറയുക. ആ മറുപടിയായിട്ട് പറയുന്ന 3 കഥകളിലെയും കേന്ദ്രമായി നിൽക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? വിശുദ്ധരെന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലിരിക്കുന്ന ദൈവചിത്രം എന്താണ്? യേശു കൊണ്ടുവരുന്ന, വെളിപ്പെടുത്തുന്ന, അഥവാ യേശുവിലൂടെ, യേശുവിൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ പ്രകടമാകുന്ന ദൈവചിത്രം എന്താണ്? ഇത് രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. അതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആദ്യത്തെ കഥയിലൂടെ. 2 കഥകളും അത് തന്നെയാണ് പറയുക. പക്ഷേ ഈ കഥയിൽ എടുത്തു പറയുന്നൊരു കാര്യം, നിങ്ങളിൽ ആരാണ്, ഇപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടുവോളം തേടിപ്പോകാത്തത്? മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. 100 ആടുകളുള്ള ഇടയൻ്റെ ഒരാട് മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടാൽ ആ 99 മരുഭൂമിയിൽ വിട്ട് ഒന്നിനെ തേടാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ 99 നഷ്ടപ്പെട്ടു പോവുകയില്ലേ എന്ന് ചോദ്യം ഉണ്ടാകാം. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് അവിവേകമല്ലേ? നമുക്കങ്ങനെ തോന്നാം. പക്ഷേ ഓർക്കണം, ഇടയന്മാർ ഒറ്റയ്ക്കല്ല സാധാരണ ആട് മേയ്ക്കാൻ പോവുക. ഇടയന്മാർ 2 തരമുണ്ട്. യേശുവിൻ്റെ തന്നെ പഠനത്തിൽ സ്വന്തമായ ആടുകളെ മേയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കൂലിക്ക് ആടുകളെ മേയ്ക്കുന്നവരുണ്ട്. പൊതുവേ കൂലിക്ക് ആടുകളെ മേയ്ക്കുക. കുറേ ഏറെ ആടുകൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ആടുകൾ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ആ ആടുകളെ എണ്ണി കണക്കേൽപ്പിക്കേണ്ടതുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ കടുവ പിടിച്ചു അല്ലെങ്കിൽ ചെന്നായി കൊണ്ടുപോയതാണെങ്കിൽ അതിൻ്റെ കൊമ്പോ കുളമ്പോ വാലോ ചെവിയോ എന്തെങ്കിലും ഒരു കഷണം കൊണ്ടു കാണിക്കണം ഇത് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊണ്ടുപോയതാണെന്നറിയാൻ. അങ്ങനെ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ആടുകളെ എണ്ണി നോക്കുമ്പോൾ, തിരിച്ചു കൊണ്ടുവരുന്നതിന് എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണത്തിനെ കാണാതാവുക. ഇങ്ങനെ വരുമ്പോൾ എവിടെയാണ് ബാക്കിയുള്ള വിട്ടിട്ട് പോവുക? വേറെ ഇടയന്മാരുണ്ട്.
ആ ഇടയന്മാരുടെ കൂടെ സുരക്ഷിതമായി 99 ഏൽപ്പിച്ചിട്ട് ഈ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇറങ്ങുന്നു. അപ്പോൾ 99 അപകടത്തിലാക്കുകയല്ല, ഈ 99 സുരക്ഷിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒന്നിനെ തേടി പോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുകയാണ്. ഇത് സാധാരണ ചെയ്യാറുള്ളതാണെന്നാണ് പറയുക. ഇങ്ങനെ അന്വേഷിച്ചു പോകും. പ്രത്യേകിച്ചും പലസ്തീനയുടെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ അവിടെ മുൾച്ചെടികളുണ്ട്, മലകളുണ്ട്, ഗവികളുണ്ട്, കുഴികളുണ്ട്, കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. വളരെ കുറച്ചേ പുല്ലുള്ളൂ. ഇപ്പോൾ ഉള്ള പുല്ല് കടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി കൂട്ടം വിട്ടു പോകും. സാധാരണ ഇതിലാണ്ട് കൂട്ടം വിട്ടു പോകാറുള്ളതല്ല. പക്ഷേ ഈ ഒരെണ്ണം ഇങ്ങനെ കൂട്ടം വിട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ കൂട്ടം വിട്ടു പോയ ആടിനെ തേടി ഇടയൻ പുറകെ പോവുകയാണ്. പോയി കണ്ടെത്തി കഴിയുമ്പോൾ മറ്റുള്ള ആടുകളെയും കൊണ്ട് ബാക്കി ഇടയന്മാരോ ഗ്രാമത്തിലേക്ക് പോയി ഈ ഒരുവൻ മാത്രം പോയിരിക്കുകയാണ് ആടിനെ അന്വേഷിച്ച്. കാണാതെ പോയ ആടിനെ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുക, ആ ആട് ചെറുതായിരിക്കും, തളർന്നു പോയതായിരിക്കും, എന്തും ബലഹീനതയുള്ളതായിരിക്കും. അതിനെ തോളിലെടുത്തുകൊണ്ട് സന്തോഷമായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ ഗ്രാമം മുഴുവനും കാത്തു നിൽക്കുക ഈ ഇടയൻ വരുന്നതായിട്ട്. അത് ചത്തുപോയ ആടിനെയാണ് കൊണ്ടുവരിക, അതോ നിരാശനായിട്ട് മടങ്ങി വരികയാണോ, അതോ ജീവനോടെയാണോ കൊണ്ടുവരുന്നത്? ആൾക്കാരെല്ലാം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഗ്രാമം മുഴുവനും സൂക്ഷിച്ചു നിൽക്കുമ്പോൾ ഇതാ സന്ധ്യയോടെടുക്കുമ്പോൾ അകലെ നിന്ന് വരുന്നു ഇടയൻ ആടിനെ തോളിലേറ്റിക്കൊണ്ട്. എല്ലാവർക്കും സന്തോഷമായി. നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടിയല്ലോ. ഇടയന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഇതാണ് സാഹചര്യം. അല്ല 99 അപകടത്തിലാക്കിയിട്ട് നിരുത്തരവാദിത്തപരമായിട്ട് പോവുകയല്ല. 99 സുരക്ഷിതമാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ട ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ച് പോകുന്നില്ല ഇടയൻ. ആ ഇടയൻ മടങ്ങി വരും. ഇതാണ് നല്ല ഇടയൻ ചെയ്യേണ്ടത്. നല്ല ഇടയൻ ഇപ്രകാരമാണ്. ആടിനെ തേടി പോകുമ്പോൾ അപകടമുണ്ടാകാം. ഒരു പക്ഷേ വല്ല കടുവായും പിടിച്ചതാണെങ്കിൽ ആ കടുവ തന്നെയും ആക്രമിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്ന ഇടയന്മാരെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. അത് ആട് സ്വന്തമല്ലാത്തതുകൊണ്ട്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു ആടിനെ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ ഇടയന് സന്തോഷമായി. എല്ലാവരും വിളിച്ചുകൂട്ടി ആഘോഷിക്കുകയാണ്. തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇത് കഥ എല്ലാവർക്കും മനസ്സിലാവുന്ന കഥയാണ്. എന്താണ് ഈ കഥയുടെ അർത്ഥം? അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഫരിസേയരുടെ പിറുവിറുപ്പിനുള്ള മറുപടിയാണ് ഇവിടെ. അവൻ ചുങ്കക്കാരോടും പാപികളോടൊപ്പം ഭക്ഷിക്കുന്നു എന്നതിൻ്റെ വിമർശനത്തിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുക്കുക. ഇതാണ് ദൈവം. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് പറയുമ്പോൾ ദൈവം സന്തോഷിക്കുമെന്നാണ് അർത്ഥം. ഞാൻ ഒരിക്കൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, സ്വർഗം എന്ന് ദൈവത്തിൻ്റെ പര്യായമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്ന പദം നമ്മൾ കാണില്ല, വളരെ ചുരുക്കമായിട്ടല്ലാതെ. അപ്പോൾ ദൈവരാജ്യത്തിന് പകരം സ്വർഗരാജ്യം എന്നാണ് പറയുക. ദൈവം എന്നതിൻ്റെ പര്യായമാണ്, ദൈവം പേരിൻ്റെ തന്നെ പര്യായമാണ് സ്വർഗം. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് പറയുമ്പോൾ ദൈവം സന്തോഷിക്കുമെന്നാണ് അർത്ഥം. പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്ന ദൈവം. ഈ സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു. അതികർശനമായ ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളിലൂടെയും നിയമാനുഷ്ഠാനങ്ങളിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഫരിസേയർക്ക് തെറ്റി എന്നാണ് ഇവിടെ യേശു പഠിപ്പിക്കുക. നിയമാനുസരണം വേണ്ട എന്നല്ല, പക്ഷേ ഈ നിയമത്തിൻ്റെ കാഠിന്യത്തെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഹൃദയം തുറന്ന് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് കൂടുതൽ സന്തോഷമുണ്ടാകും. മറ്റുള്ളവർക്ക് സന്തോഷമില്ല എന്നല്ല, പക്ഷേ അവർക്ക് പശ്ചാത്താപം ആവശ്യമില്ല. പിന്നീട് ആണ് നമ്മൾ സാഹചര്യം കാണും, ഈ വിശുദ്ധരെന്ന് വിചാരിക്കുന്നവരൊന്നും വിശുദ്ധരല്ല എന്ന് യേശു വ്യക്തമാക്കുന്ന കഥകളുമുണ്ട്. ഫരിസേയൻ്റെ ചുങ്കക്കാരനെ പ്രാർത്ഥനയിലൂടെയൊക്കെ പ്രകടമാകുന്നതാണ്. മറ്റുള്ളവനെതിരെ വിരൽ ചൂണ്ടുന്നവൻ തനിക്ക് തന്നെ എതിരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ പിന്നീട് കാണും. ആകട്ടെ 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതാപം ആവശ്യമില്ലാത്ത ആരാണുള്ളത്? വിശുദ്ധിയില്ലാത്തവന് തീർച്ചയായിട്ടും പാപബോധം ഉണ്ടാവണം. പാപബോധമില്ലാതെ വിശുദ്ധൻ എന്ന് വിചാരിക്കുന്നവൻ മോചനം കിട്ടാത്ത വലിയ പാപത്തിലാണുള്ളത്. അപ്പോഴേ പാപബോധത്തോടെ മടങ്ങി വരുന്ന അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷമുണ്ടാകും. അപ്പോൾ ദൈവം സന്തോഷിക്കുന്നവരാണ്, പാപിയുടെ മനസ്സറിവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള രചുനോട്ടം. ഇപ്രകാരം ഒരു നല്ല ഇടയനായിട്ടാണ് ദൈവത്തെ കണക്കാക്കുക. ഇത് ഒരു പുതുമയല്ല, വാസ്തവത്തിൽ പഴയ നിമിത്തത്തിനെ പറഞ്ഞു വെച്ചതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ചാണ് പറയുക. അവിടെ ഇസ്രായേലിലെ ഇടയന്മാർ എപ്രകാരം മോശമായി പെരുമാറിയെന്നും അവസാനം ദൈവം തന്നെ നല്ല ഇടയനാകുമ്പോൾ എന്തു ചെയ്യുമെന്നും കൃത്യമായി പറയുന്നുണ്ട്. 34-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. നല്ല ഇടയൻ ചെയ്യുന്ന 12 കാര്യങ്ങൾ ഇവിടെ അക്കമിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിക്കും.
രണ്ടാമത്തേത്, കാറു നിറഞ്ഞ അന്ധകാരപൂർണമായ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. അന്വേഷിച്ചിറങ്ങും, ഒരുമിച്ച് കൂട്ടും. മൂന്നാമത്തേത്, സ്വദേശത്തേക്ക് മടങ്ങിക്കൊണ്ടുവരും. 4, ഇസ്രായേലിൻ്റെ എല്ലാ മലകളിലും നീരുറവുകളിലും മനുഷ്യവാസം ഉള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയിക്കും. നല്ല പുഴുത്തുകടികളിൽ ഞാൻ അവയെ മേയിക്കും. 5-ാമത്തെ വാക്യം, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ദൈവം തന്നെയാണ് ഇടയനാവുക. 6-ാമത്തേത്, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. 7, നഷ്ടപ്പെട്ടു പോയതിന് ഞാൻ അന്വേഷിക്കും. 8, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരും. 9, മുറിവേറ്റതിനെ വെച്ച് കെട്ടും. 10, ബലഹീനമായതിനെയും ഞാൻ ശക്തിപ്പെടുത്തും. 11, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും സംരക്ഷിക്കും. 12, നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും. ഇതാണ് ദൈവം. ഇത് വളരെ വ്യക്തമായ ചിത്രമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തിൻ്റെ ചിത്രം പഴയ ഇനത്തിൽ പറഞ്ഞു വെച്ചതാണ് ദൈവത്തിൻ്റെ ചിത്രം. അതുകൊണ്ടാണല്ലോ 23-ാം സങ്കീർത്തനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറയുക. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുത്തെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. സുരക്ഷിതമായ വഴികളിലൂടെ ദൈവമാണ് നയിക്കുക. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അപ്പോൾ കാണാതെ പോയ ആടിനെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ കഥയിലൂടെ എടുത്തു കാണിക്കുന്ന ചിത്രം ഇതാണ്. സ്നേഹത്തോടെ തേടുന്ന ദൈവം. ആടിൻ്റെ തെറ്റുകൊണ്ടാണെന്ന് പറയാം വഴിതെറ്റിപ്പോയത്. അറിയില്ലായിരുന്നു അതിന്, പക്ഷേ വഴിതെറ്റിപ്പോയി. രണ്ടാമത്തെ കഥയിലൂടെ വരുന്ന വ്യത്യസ്തമായ ചിത്രമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ സവിശേഷതയുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യസ്ഥാനം നൽകുന്ന ഒരു അവതരണ രീതിയാണ് ലൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇടയനെക്കുറിച്ച് പറഞ്ഞ് ഉടനെ സ്വന്തമായി മറ്റൊരു കഥ എടുത്ത് അവതരിപ്പിക്കുകയാണ്. കാണാതായ നാണയത്തിൻ്റെ കഥ. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കുക, ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? എന്താണ് ഈ നാണയത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നമ്മുടെ കെട്ടുതാലി പോലെ ഉള്ള ഒരു നാണയമാണ് എന്ന് കരുതുന്നവരുണ്ട് ചിലർ. അത്ര പ്രധാനപ്പെട്ടതാണ്. വിവാഹമോതിരം പോലെ അല്ലെ കെട്ടുതാലി പോലെ അല്ല, ഇത് ഒരു അലങ്കാരമായിരുന്നു പറയുന്നവരുണ്ട്. വലിയ വിലപിടിപ്പുള്ളതാണ്, വെള്ളി നാണയമാണ്. പക്ഷേ ഈ മണവാട്ടിയുടെ തലയിലിടുന്ന തലമുണ്ടിൽ 10 നാണയങ്ങൾ തുന്നിച്ചേർക്കുമായിരുന്നു. അവളുടെ അധ്വാനത്തിൻ്റെ ഫലമാണത്. എല്ലാ സമ്പത്തും കൂടി ഈ 10 നാണയങ്ങളായി തലമുണ്ടിൽ തുന്നിച്ചേർത്തിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വിവാഹമോതിരം നഷ്ടപ്പെടുന്നത് പോലെയാണ്. അതുകൊണ്ട് വളരെ വിലപ്പെട്ടതാണ്. ഇപ്രകാരം വിലപ്പെട്ട ഒരു നാണയം വീട്ടിലെവിടെയെങ്കിലും പോയാൽ, ഒന്നാമതെ പലസ്തീനായാലും വീടുകളുടെ പ്രത്യേകത, അന്നത്തെ വീടുകൾക്ക് വലിയ വാതിലുകളോ ജനലുകളോ ഇല്ല. ചെറിയ പ്രകാശം കടന്നു വരുന്ന ഒരു ഓട്ട മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും വീട്ടിൽ ഇരുട്ടായിരിക്കും, വിളക്ക് കൊളുത്തും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, വിളക്ക് കൊളുത്തി കൊണ്ടുവന്ന് പീഠത്തിന്മേൽ വെക്കാനല്ലേ, പറയുടെ കിഴ വെക്കാനല്ലല്ലോ, വിളക്ക് കൊളുത്തിയാലേ കാണാൻ സാധിക്കുള്ളൂ. വിളക്ക് കൊളുത്തി അടിച്ചു വാരി കിട്ടുന്നതോളം തേടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാണയം നഷ്ടപ്പെടുന്നത് നാണയത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അതിന് സ്വന്തമായ വിവേചന ശക്തി പോലുമില്ല. പക്ഷേ നഷ്ടപ്പെട്ട സ്ത്രീക്ക് നഷ്ടബോധമുണ്ടായി. തനിക്ക് വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ടതെന്ന് അവൾക്കറിയാം. അത് കണ്ടു കിട്ടുന്നവരെ തേടുകയാണ്. ഇതുപോലെയാണ് ദൈവം. വഴിതെറ്റിപ്പോകുന്ന മനുഷ്യൻ ഒരുപക്ഷെ തൻ്റെ വിലയെക്കുറിച്ച് ബോധ്യമില്ലായിരിക്കാം. എന്തുമാത്രം വിലപ്പെട്ടവനാണ് ഞാൻ ദൈവത്തിന് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അറിവ് കൂടാതെ വഴിതെറ്റിപ്പോകുന്നതാവാം. ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സമൂഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ സ്വന്തമായി സ്വീകരിച്ച് നന്മതിന്മ ഏതും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അടിപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാം. ഇവിടെയെല്ലാം വേദനിക്കുന്ന ഒരു ദൈവഹൃദയമുണ്ട് നമ്മളെ പഠിപ്പിക്കുക. മനുഷ്യൻ്റെ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ബൈബിൾ ഭാഗമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം പ്രളയത്തിൻ്റെ തുടക്കമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുന്ന 2 വാക്യങ്ങൾ, 6-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ഉൽപ്പത്തി 6:5-6. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മനുഷ്യൻ്റെ പാപം ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് വേദനിക്കുക? നഷ്ടപ്പെട്ടു പോയാൽ ആർക്ക് കുഴപ്പം? കുഴപ്പമുണ്ട്. തൻ്റെ തന്നെ മുഖഛായയിൽ ദൈവം സൃഷ്ടിച്ചെടുത്തതാണ് മനുഷ്യൻ. മനുഷ്യൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. നീ എനിക്ക് പ്രിയങ്കരനാണ്, അമൂല്യനാണ്, നിന്റെ പേരെൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയോടും ദൈവം പറയുന്നുണ്ട്.
ഓരോ മനുഷ്യ വ്യക്തിയുടെയും മുഖത്ത് പ്രതിഫലിക്കുന്ന ദൈവത്തിൻ്റെ മുഖഛായയാണ്. ഓരോ മനുഷ്യനും സ്പന്ദിക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അവൻ്റെ നാസാരത്നങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിച്ചു. അങ്ങനെ ഓരോ മനുഷ്യനും ദൈവത്തിന് വിലപ്പെട്ടവനായി. ഈ വിലപ്പെട്ട മകനോ മകളോ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന് ദുഃഖമുണ്ട്. ആ ദുഃഖമാണ് ഇവിടെ പ്രകടമാക്കുക. അതുകൊണ്ട് തന്നെയാണ് പറുദീസ മുതൽ ഇങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ ചിത്രം കാണിക്കുക. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ആദാമിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ച് കായൻ്റെ അടുക്കിലേക്ക്. എപ്പോഴും തേടുന്ന ദൈവമാണ്. പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് മടങ്ങി വരൂ എന്ന് പറയുന്ന നഷ്ടപ്പെട്ടതിനെ തേടുന്ന ദൈവം. ഈ തേങ്ങുന്ന വിങ്ങുന്ന ഹൃദയവുമായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ ചിത്രം യേശുവാണ് ഏറ്റവും വ്യക്തമായി അവതരിപ്പിച്ചത്. ഫരിസേയനെ പോലെ നിസ്സംഗനായി നിൽക്കുന്നവനല്ല ദൈവം. ഫരിസേയൻ്റെ ദൈവം ദൈവമേ അല്ല. ഫരിസേയൻ്റെ ദൈവം സ്വന്തം സൃഷ്ടിയാണ്. മനുഷ്യരെ വെറുക്കുന്ന വിദ്വേഷത്തോടുകൂടി പോയി തുലയട്ടെ എന്ന് പറയുന്നൊരു ദൈവത്തെ നമുക്ക് കാണാനാവില്ല. ശിക്ഷിക്കുന്നെങ്കിൽ അത് ശിക്ഷണത്തിന് വേണ്ടിയാണ്, മടങ്ങി വരാൻ വേണ്ടിയാണ്. മടങ്ങി വരൂ എത്രയോ തവണ. മടങ്ങി വരൂ മകനെ, മടങ്ങി വരൂ. നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഉപമയിൽ കാണുന്നത് മകന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിൻ്റെ ചിത്രമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം അത് ബൈബിൾ മുഴുവനും എടുത്ത് കാണിക്കുന്നത്. രക്ഷാചരിത്രം മുഴുവനും ഈ തേടുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. ഫ്രാൻസിസ് തോംസൻ്റെ ഹൗണ്ട് ഓഫ് ഹെവൻ എന്നൊരു മനോഹരമായ കവിതയുണ്ട്. സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അകന്നു പോകുന്ന മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവം, അടുത്തു വരുന്ന ദൈവത്തെ ഭയന്ന് വീണ്ടും ഓടുന്ന മനുഷ്യൻ, യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പിതാവും മാതാവുമായ തന്നെ കോരിയെടുത്ത് മാറോടണച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം വരുന്നതെന്ന് മനസ്സിലാക്കാതെ തന്നെ ശിക്ഷിക്കാനായി വരുന്ന വിധിയാളനാണ് ദൈവമെന്ന് കരുതി ഓടുന്ന മനുഷ്യൻ. ദൈവത്തെ ഭയന്നോടുകയല്ല, തൻ്റെ പിന്നാലെ വരുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ് ആവശ്യമെന്ന് നമ്മളെ പഠിപ്പിക്കുക. ഫരിസേയനെ പോലെ നോക്കി നിന്ന് പരിഹസിക്കുന്ന, തള്ളിപ്പറയുന്ന, ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്. പിറുപിറുക്കുന്ന ദൈവമല്ല. യേശുവിലൂടെ പ്രകടനായ ദൈവത്തിൻ്റെ ചിത്രം ഹൃദയമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം തരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമുള്ള ദൈവം സന്തോഷിക്കുന്നു എന്നെ കണ്ടെത്തുന്നതിൽ. നഷ്ടപ്പെട്ട പോയ ആടിനെ കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്ന ഇടയനെ പോലെ, നഷ്ടപ്പെട്ട വിലപ്പെട്ട നാണയം കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീയെ പോലെ ആ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്. തനിച്ച് സന്തോഷിക്കുക, എല്ലാവരെയും കൂട്ടി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വലിയൊരു ആഘോഷമാണ് ഓരോ മനുഷ്യ വ്യക്തിയുടെയും മടങ്ങിവരവ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഈ മടങ്ങിവരവ് ഒരു വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. അതാണ് സക്കേഗൂസിൻ്റെ ഭവനത്തിലുണ്ടായത്. അതാണ് പാവനിയായ സ്ത്രീയിലുണ്ടായത്. ഏത് വ്യക്തിയിലും ദൈവത്തിനടുക്കിലേക്ക് ഹൃദയം തുറന്ന് മടങ്ങി വരുന്നിടത്ത് എല്ലായിടത്തും സന്തോഷമുണ്ടാകും. മടങ്ങി വരാത്തവൻ്റെ പിന്നാലെ ദൈവം പോകുന്നു. നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ പിന്നാലെ തേടി വരികയാണ്. മടങ്ങി വരാൻ പറ്റാത്ത വിധത്തിൽ മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആടിനെ എടുത്തുകൊണ്ടുവരുന്ന നല്ല ഇടയനാണ് ദൈവം. പിന്നെ ആരെ ഭയപ്പെടണം? എന്തിനു നമ്മൾ വിഷാദിക്കണം? എന്തിനു ദുഃഖിക്കണം? മടങ്ങി വരൂ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. ശാസിക്കാനും ശിക്ഷിക്കാനും കൊല്ലാനുമല്ല വരുന്നത്. കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വരുന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി എൻ്റെ തന്നെ ജീവൻ നൽകുന്നവരാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. അതല്ലേ നമ്മൾ കുരിശിൽ കാണുന്നത്? അതല്ലേ നല്ല ഇടയൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രം? ഈ കുരിശിൽ ഉള്ള മരണത്തിലൂടെ അവൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് നമുക്ക് നവജീവൻ നൽകുക. ആ ജീവൻ നൽകുന്ന നല്ല ഇടയനെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. നമുക്ക് ദൈവത്തെ ഭയപ്പെടുകയല്ല, സ്നേഹിക്കാൻ ശ്രമിക്കാം. നന്ദിയോടെ അവിടുത്തെ അടുക്കിലേക്ക് വരാം. അവിടെ നമ്മളെ തേടി വരുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, നശിപ്പിക്കാൻ വേണ്ടിയല്ല. ആ സ്നേഹം നമ്മിൽ ചൊരിയാൻ വേണ്ടിയാണ്. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വഴിയറിയാതെ അലഞ്ഞു തിരിയുന്നവരാണ് പലപ്പോഴും ഞങ്ങൾ. അറിഞ്ഞോ അറിയാതെയോ അങ്ങിൽ നിന്ന് അകന്നുപോയവരാണ്. മുൾച്ചെടികൾക്കിടയിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്ത വിധത്തിൽ അടിമപ്പെട്ടു പോയവർ. പലതരത്തിലുള്ള അടിമത്തങ്ങൾ, അത് മദ്യപാനമാകാം, മയക്കുമരുന്നാവാം, അതിർവിട്ട ആസക്തികളാവാം, ധനേച്ഛയാവാം, എന്തുമാവട്ടെ. മടങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ മുൾച്ചെടികൾക്കിടയിൽ ഉടങ്ങിക്കിടക്കുന്ന ഞങ്ങളെ അവിടുന്ന് തന്നെ കോരിയെടുത്ത് വീട്ടിലേക്ക് എത്തിക്കുന്ന ആ വലിയ കാരുണ്യത്തിന് ഞങ്ങൾക്ക് അങ്ങേക്ക് നന്ദി. വഴിതെറ്റിപ്പോയ ഞങ്ങളെ വിലപ്പെട്ട നാണയങ്ങളായി കണ്ടെടുത്തി തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ആ വലിയ സ്നേഹത്തിനും കൃപയ്ക്കും നന്ദി. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം അത് ഗ്രഹിക്കാനായി
ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറന്നു തരണമേ. ആ വലിയ സ്നേഹത്തിലേക്ക്, വലിയ ഹൃദയത്തിലേക്ക് ഞങ്ങളെയും സ്വീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.